ഹമദാനിയൻ ഡയറീസ്. ഹമദാനിയ UP സ്കൂൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമെത്തുന്നത് വെള്ള ഖദർ മുണ്ടും ഷർട്ടും ധരിച്ച ഞങ്ങളുടെ വാപ്പിച്ചി EM അബ്ദുക്കുഞ്ഞി മാസ്റ്ററുടെ മുഖമാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ വാപ്പിച്ചി എന്നും സ്കൂളിലേക്ക് പോകുന്നത് കണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിത്രം പതിഞ്ഞത്. അദ്ദേഹം 1971 മുതൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്തുള്ള കോട്ടമ്മൽ LP സ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് 1976 നമ്മുടെ നാട്ടിൽ ഹമദാനിയ സ്കൂൾ രൂപീകൃതമാകുന്നത്. ലൈല ടീച്ചറും റഹീമ ടീച്ചറും ഇസ്മായിൽ മാഷുമൊക്കെയാണ് അന്ന് അധ്യാപകരായി ഹമദാനിയയിൽ ഉണ്ടായിരുന്നത്. 1978 ജൂണിൽ വാപ്പിച്ചിയും കോട്ടമ്മൽ സ്കൂളിൽ നിന്നും രാജിവെച്ച് നമ്മുടെ സ്വന്തം ഹമദാനിയ സ്കൂളിലേക്ക് അധ്യാപകനായി എത്തി. അക്കാലത്ത് ഇതൊരു ലോവർ പ്രൈമറി സ്കൂളായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെയും സഹ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ശ്രമഫലമായി ഹമദാനിയ LP സ്കൂളിനെ UP ആയി സർക്കാർ അപ്ഗ്രേഡ് ചെയ്തു. വാപ്പിച്ചി പലപ്പോഴും സ്കൂൾ മാനേജർമാർക്കൊപ്പം സ്കൂളിൻ്റെ പേപ്പർ വർക്കുകൾക്കായി തിരുവനന്തപുരത്തേക്കും DDE ഓഫീസിലേക്കും പോയിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം സ്വന്തം സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ 4 മക്കളെയും പഠിപ്പിച്ചത്. ഞാനും എൻ്റെ ഇളയ സഹോദരൻ മുഹമ്മദ് അലി മാസ്റ്റർ 7ാം ക്ലാസ് വരെയും 2 സഹോദരിമാർ 4ാം ക്ലാസ് വരെയും ഹമദാനിയയിൽ പഠിച്ചു. 1982 ജൂണിൽ വാപ്പിച്ചിയുടെ കൈപിടിച്ച് HUPSലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായി ഞാനെത്തുമ്പോൾ കൂടെ അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മകളും ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ പേടിയും അമ്പരപ്പുമൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിലും പതിയെ പതിയെ ഹമദാനിയ കുടുംബത്തിൻ്റെ ഭാഗമായി. ശൈശവഘട്ടത്തിലായിരുന്ന സ്കൂളിൻ്റെ ബാലാരിഷ്ടതകൾക്കിടയിലും ഞങ്ങളുടെ സ്കൂൾ ജീവിതം അടിപൊളിയായി മുന്നോട്ടു പോയി. ശാന്ത ടീച്ചറായിരുന്നു ഞങ്ങളെ അക്ഷരലോകത്തേക്ക് ആദ്യമായി കൈപിടിച്ചു നടത്തിയത്. 4ാം ക്ലാസ് വരെ അറബി പഠിപ്പിച്ചത് കുഞ്ഞി മുഹമ്മദ് മാഷായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചവരിൽ ഏറെ ഓർമ്മിക്കുന്നത് മൊയ്തീൻ മാഷിനെയാണ്. സത്യൻ മാഷാണ് ശാസ്ത്ര പഠനത്തിൽ താല്പര്യമുണ്ടാക്കിയത്. അബ്ദുക്കുഞ്ഞി മാഷിൻ്റെ ക്ലാസുകൾ സാമൂഹ്യ ശാസ്ത്ര പഠനം ആസ്വാദ്യകരമാക്കി. അദ്ദേഹത്തിൽ നിന്നുമാണ് നന്മയുള്ള ഒരു വ്യക്തിയായി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഹിന്ദി ഭാഷാ പഠനം ആരംഭിച്ചത് 5ാം ക്ലാസ്സിലായിരുന്നു. എങ്കിലും ത്രേസ്യാക്കുട്ടി ടീച്ചറിൻ്റെ കർക്കശവും ചിട്ടയോടെയുമുള്ള അധ്യാപനം ഹിന്ദി ഭാഷാ പഠനം എളുപ്പമാക്കി. കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപികയായിരുന്നപ്പോൾ പ്രൈമറി ക്ലാസ്സുകളിൽ ഹിന്ദി പഠിപ്പിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. റഹീമ ടീച്ചറും ശ്രീദേവി ടീച്ചറും മാത്സ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അവരുടെ ക്ലാസ്സുകൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെങ്കിലും എനിക്കെന്തുകൊണ്ടോ മാത്സ് അത്ര ദഹിച്ചിരുന്നില്ല. ഇവർക്ക് പുറമെ സുബൈദ ടീച്ചറും മേരി ടീച്ചറും മെയ്ദിനി ടീച്ചറും സുലൈഖ ടീച്ചറും ഹഫ്സാബ് ടീച്ചറും ശാന്തകുമാരി ടീച്ചറും ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. കുഞ്ഞിബിവാത്തു ടീച്ചറും ഷൈല ടീച്ചറും സോഫി ടീച്ചറും സഫിയ ടീച്ചറും നഫീസ ടീച്ചറും സേതുലക്ഷ്മി ടീച്ചറും പത്മാവതി ടീച്ചറും ലൈല ടീച്ചറും അക്കാലത്ത് അധ്യാപകരായി അവിടെ ഉണ്ടായിരുന്നു. സ്കൂളിലെ ഏക അനധ്യാപക ജീവനക്കാരനായിരുന്ന മൊയ്തീൻ കുട്ടിക്ക് എന്നും നേരത്തെ സ്കൂളിലെത്തുന്നതും ചില ദിവസങ്ങളിൽ മെമ്മോയുമായി ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുന്നതുമൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. മുഹമ്മദ് അലി ഉറുദു മാഷ് സ്കൂളിൽ എന്നെ ഒരു വിഷയവും പഠിപ്പിച്ചിട്ടില്ല. എങ്കിലും മദ്രസയിലെ ഞങ്ങളുടെ ഉസ്താദും എൻ്റെ നല്ല പാതിയുടെ നാട്ടുകാരനുമാണ്. മുനക്കൽ ബീച്ചിൽ നിന്നും പൂച്ചക്കടവിൽ നിന്നും ഹാപ്പി ബസാറിൽ നിന്നുമുള്ള കുട്ടികളൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഡ്രിൽ പീരീഡിലെ കളികളും ഇടയ്ക്കിടെയുള്ള സാഹിത്യ സമാജങ്ങളും ഞങ്ങൾ നല്ലതുപോലെ ആസ്വദിച്ചിരുന്നു. ചന്ദന ചേച്ചിയുടെയും എൻ്റെയും വീട്ടുമുറ്റത്തായിരുന്നു ഞങ്ങളുടെ കളികളും ഡാൻസ് പരിശീലനവും. പിന്നെ കുഞ്ഞിക്കളിക്ക് ഷോർട്ട് ഇൻ്റർവെൽ എല്ലാവരും സ്കൂളിനോട് ചേർന്നുള്ള കരീം കൊച്ചാപ്പാടെ കടയിലെത്തി അമ്മായി മിഠായിയും കാലിചക്രവും നാരങ്ങല്ലിയും ഒക്കെ വാങ്ങി കഴിച്ചിരുന്നു. ഈ സമയത്തെ കുട്ടികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ അദ്ദേഹം നന്നേ ബുദ്ധിമുട്ടിയിരുന്നു. സ്കൂളിൽ നിന്നും 2 അടി വെച്ചാൽ വീടെത്തുന്നത് കൊണ്ട് ഉച്ചഭക്ഷണം വീട്ടിൽ നിന്നായിരുന്നു. ഞങ്ങൾ എത്തുമ്പോഴേക്കും ഉമ്മച്ചി ചോറും മീൻകറിയും റെഡിയാക്കിയിട്ടുണ്ടാകും. ഉമ്മച്ചിയും
3-4 മാസത്തോളം ഹമദാനിയയിൽ ക്രാഫ്റ്റ് ടീച്ചറായി വന്നിരുന്നു. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് എനിക്ക് നമ്മുടെ സ്കൂളിലെ കഞ്ഞിയും പയറും കഴിക്കാനും ഇഷ്ടമായിരുന്നു. കറമ്പു ചേച്ചിയാണ് സ്കൂളിലെ പാചകപ്പുര കൈകാര്യം ചെയ്തിരുന്നത്. ഇന്നത്തെ പോലെ ആഴ്ചയിൽ 5 ദിവസത്തെ രുചി വൈവിധ്യങ്ങളുടെ മെനു ഒന്നും അന്നുണ്ടായിരുന്നില്ല കേട്ടോ. കരീമാക്കാടെ ചായക്കടയുടെ വിശേഷം കൂടിയായാലേ എൻ്റെ ഹമദാനിയ ചിത്രം പൂർത്തിയാവുകയുള്ളൂ. ചായക്കടയിലെ ചില്ലുകൂട്ടിലുണ്ടായിരുന്ന നെയ്യപ്പവും സവാളവടയും ബോണ്ടയും ചില ദിവസങ്ങളിൽ വൈകുന്നേരം വാപ്പിച്ച് ഞങ്ങൾക്ക് വാങ്ങിത്തരാറുണ്ടായിരുന്നു. സ്വതന്ത്രദിനാഘോഷങ്ങൾക്ക് ഇസ്മായിൽ മാസ്റ്റർ പതാക ഉയർത്തിയിരുന്നതും അതിനുശേഷം എല്ലാവർക്കും ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് വിതരണം ചെയ്തിരുന്നതും ഇന്നും മായാത്ത ഓർമ്മയാണ്. അതുപോലെ ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സേവനവാരം ആചരിച്ചിരുന്നു. പിന്നെ ബെഞ്ചും ഡെസ്കും ക്ലാസ് മുറികളും സ്കൂൾ പരിസരവും കുട്ടികളെല്ലാവരും ചേർന്ന് മൊത്തത്തിലൊരു വൃത്തിയാക്കലാണ്. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടാ. പുതിയ തലമുറയ്ക്ക് ഇതൊന്നും പരിചയമുണ്ടാവില്ല. മുനക്കൽ നിന്നും വരുന്ന ചില കൂട്ടുകാരികൾ എനിക്ക് മുട്ട കൊണ്ടുവന്ന് തന്നതും വീട്ടിലെത്തി അത് പൊരിച്ചു കഴിച്ചതുമൊക്കെ ഒരു സംഭവമായിരുന്നു. 7ാം ക്ലാസ് വരെയുള്ള ഞങ്ങളുടെ പഠനകാലത്തിനിടക്ക് മലമ്പുഴയിലേക്ക് ഒരു വിനോദയാത്രയും കൊണ്ടുപോയിരുന്നു. തൂക്കുപാലത്തിൽ കയറിയതും മലമ്പുഴ യക്ഷിയെ കണ്ടതും പുറത്തെ കടകളിൽ നിന്നും കളിപ്പാട്ടം വാങ്ങിയതും ഇപ്പോഴും മറന്നിട്ടില്ല. തിരികെ പോരുമ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ ക്ഷീണിച്ച് സീറ്റുകളിൽ കിടന്നുറങ്ങിയതുകൊണ്ട് ഇസ്മായിൽ മാഷ് ബസിന്റെ ഫ്ലോറിൽ കിടന്നതും മായാത്ത ഓർമ്മയാണ്. UP ക്ലാസ്സുകളിൽ എത്തിയപ്പോഴേക്കും എൻ്റെ കൂടെ 1ാം ക്ലാസ് മുതൽ ഒപ്പമുണ്ടായിരുന്ന ചില കൂട്ടുകാരികൾക്ക് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടതായി വന്നത് ഇന്നും സങ്കടപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ്. നമ്മുടെ നാട്ടിലെ അന്നത്തെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ അധ്യാപകർ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നല്ലതുപോലെ പരിശ്രമിച്ചിരുന്നു. ഹൈമാവതി ടീച്ചറുടെ മേൽനോട്ടത്തിൽ ഒരു നൃത്ത അധ്യാപികയെ വെച്ച് ഞങ്ങളെ സംഘനൃത്തം പരിശീലിപ്പിച്ച് സബ് ജില്ലാ മത്സരത്തിന് കൊണ്ടുപോയി. മറ്റൊരിക്കൽ പ്രീതി ടീച്ചർ പഠിപ്പിച്ച ഗ്രൂപ്പ് സോങ് ആയിരുന്നു ഞങ്ങളുടെ സബ് ജില്ലാ മത്സര ഇനം. ശാസ്ത്രോത്സവത്തിനും വർക്ക് എക്സ്പീരിയൻസിലും നമ്മുടെ വിദ്യാലയത്തിനെ പ്രതിനിധീകരിക്കാനും അവസരം ലഭിച്ചു. റഹീമ ടീച്ചറായിരുന്നു വർക്ക് എക്സ്പീരിയൻസിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നത്. സ്കൂളിൻ്റെ ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നത് മുനക്കൽ ബീച്ചിലെ ചിറയുടെ ഇപ്പുറത്തായിരുന്നു. പൂഴിമണ്ണിലൂടെയുള്ള അന്നത്തെ ഓട്ടമൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നും കാലുകൾ കുഴയുന്നത് പോലെ തോന്നും. ഇതൊക്കെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത അനുഭവങ്ങളാണെന്ന് അന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. 1990 മാർച്ചിൽ 7ാം ക്ലാസ് പൂർത്തിയാക്കി ഹമദാനിയയുടെ പടിയിറങ്ങി. എങ്കിലും ഞങ്ങളുടെ ഹമദാനിയ ബന്ധം വാപ്പിച്ചിയിലൂടെയും എൻ്റെ സഹോദരങ്ങളിലൂടെയും തുടർന്നും മുന്നോട്ടു പോയി. എന്തിനേറെ പറയുന്നു, എൻ്റെ വിവാഹത്തിന് വേദിയായതും നമ്മുടെ സ്കൂൾ തന്നെയായിരുന്നു. 2002 വാപ്പിച്ചിയും റഹീമ ടീച്ചറും ശാന്ത ടീച്ചറും വിരമിച്ചു. സ്കൂളിൻ്റെ ചരിത്രത്തിലെ ആദ്യ വിരമിക്കൽ ഇവർ 3 പേരുടേതുമായിരുന്നു. വാപ്പിച്ചി വിരമിച്ചെങ്കിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അംഗമായതിനാൽ വീണ്ടും സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായി. പിന്നീട് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചെങ്കിലും 2016 മരിക്കുന്നതുവരെ സ്കൂളിൻ്റെ പുരോഗതി മാത്രമേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുള്ളൂ. അഴീക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഹമദാനിയ അപ്പർ പ്രൈമറി സ്കൂൾ കുഞ്ഞു മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിപോഷിപ്പിച്ചുകൊണ്ട് സുവർണ ജൂബിലിയുടെ നിറവിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ധിഷണാശാലികളായ ആളുകളുടെ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായ ഹമദാനിയ സ്കൂൾ ഈ തീരദേശത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം തന്നെ മാറ്റിമറിച്ച് ഇനിയും അനേകം തലമുറകൾക്ക് അറിവിൻ്റെ വെളിച്ചമേകുന്ന ദീപസ്തംഭമായി തുടർന്നും പ്രകാശിക്കട്ടെ. സ്നേഹപൂർവം, ലുബ്ന EA.